അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ ഇങ്ങനെ ചെടിയും മരവും ഒരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സുഖമാണ്. ഇങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ്. കാണാനുള്ളത് അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ തീരവും കൂടെ ആകുമ്പോഴത്തേനും എന്ത് പല മരങ്ങളും മുളയും എല്ലാമുണ്ട്. വെൽക്കം ബാക്ക് ടു മായ ബാല വ്ളോഗ്സ്. എല്ലാവർക്കും മായ ബാല വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് തന്നെയാണ്. കോട്ടയത്ത് ഇതുപോലൊരു ഫോറസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 365 ദിവസം ഇവിടെ വെള്ളച്ചാട്ടവും തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കയറിപ്പോകാം. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ വായിച്ച് നോക്കിയേ. റെയിൻ ഫോറസ്റ്റ് റിസോർട്ടാണ്. ആയൂർ കൗണ്ടി റെയിൻ ഫോറസ്റ്റ് റിസോർട്ട്. ഈ റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഇവിടെ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കുമാരനെല്ലൂർ അടുത്താണ്. അതായത് നമുക്ക് കിംസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്തൂടെയാണ് നമുക്ക് വണ്ടിയിലൂടെ അങ്ങേയറ്റത്തോട്ട് സഞ്ചരിക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. നമ്മുടെ കോട്ടയത്ത് 365 ദിവസവും മഴ പെയ്യുന്ന ഒരു ഫോറസ്റ്റാണ്. ഇതിനുള്ളിലോട്ട് നമുക്ക് പോകുമ്പം കാണാൻ സാധിക്കുക. ഈ ഫ്രണ്ടിൽ നമ്മളിങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴാണ് റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയുടെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. നല്ലൊരു കഥകളിയുടെ രൂപമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള കലയെ അനുസ്മരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കൊത്തുപണിയൊക്കെയുള്ള തൂണുകളും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു റിസപ്ഷൻ ഏരിയ ആണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ സെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള നോക്കൂ. എല്ലാം നമുക്ക് കാണാം. നല്ല സോഫ സെറ്റും നല്ല പഴയ തടി കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ആംബിയറാണ് ഇവിടെ വരുമ്പോൾ തന്നെ. നല്ല കൊത്തുപണികളോടുകൂടിയുള്ള സെറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തൂടെയാണ് താഴേക്ക് പോകുന്നത്. ഇതൊരു 6 ഏക്കറിലാണ് ഇവരിത് പണിതെടുത്തിരിക്കുന്നത്. 6 ഏക്കറുണ്ട്. ഇതിനകത്ത് മുഴുവൻ നിറച്ച് വൃക്ഷങ്ങളാണ്. അതിൻ്റെ ഒരു ചില്ല പോലും പൊടിക്കാതെ അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മീനച്ചിലാറിൻ്റെ ഒരു തീരത്തൂടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബ്യൂട്ടിയും കൂടി ഇതിനകത്ത് ഉണ്ട്. ഇനി നമുക്കിതിലൂടെ താഴേക്ക് പോകാം. അവിടെ പോകുമ്പോഴത്തേനും ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ കാണാനുണ്ട്. താഴേക്ക് ഒഴുകി അവിടെ എവിടെ പോകുന്നത് നോക്കാം. ഇവിടെ ഒരു ഗുഹയുടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. ഈ ഗുഹയ്ക്കകത്ത് നല്ല തണുപ്പാണ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെടിയും മരവും ഒരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സുഖമാണ്. ഇങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന നല്ലൊരു കോട്ടേജ് പോലൊരു സംഭവം ഇവിടെ ഉണ്ട്. നമുക്കിവിടെ കയറി ഇവിടെ ചെസ്സ് ഒക്കെ കളിക്കാനുള്ള സൗകര്യം, പഴയ കാലത്തെ വീട് പോലെ. അതായത് ഇത് കണ്ടോ, മച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല രസമാണത് കാണാനായിട്ട്. ഇവിടെ നമുക്കിരുന്ന് ചെസ്സ് കളിക്കുകയും ചെറിയ മങ്ങിയ വട്ടത്തിലിരുന്ന് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് തിണ്ണയിലേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് താഴെ നല്ല വ്യൂ ആണ്. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല വ്യൂ ആണ്. അതിനകത്ത് കൊട്ടവഞ്ചിയിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ആസ്വദിക്കുകയാണ് അവർ. ഭയങ്കര ഭംഗിയാണ്. കോട്ടയത്ത് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് ഞാനും ആദ്യമായിട്ട് തന്നെ അറിയുകയാണ്.
ഈ സമയത്ത് വന്നിട്ട് പോലും കിളികളുടെയൊക്കെ നല്ല കളകള ആരവം എന്ന് പറയുന്ന പോലെ നല്ല ശബ്ദമൊക്കെയാണ്. നമുക്ക് നല്ലൊരു ആംബിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു 6 ഏക്കർ സ്ഥലത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 50ഓളം പേർക്ക് ഒരുമിച്ച് വന്നാൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ധാരാളം കോട്ടേജുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു 12ഓളം കോട്ടേജുകൾ ഇതുപോലെ ഉണ്ട്. ഓരോന്നിനും ഒരു നല്ല പേരുകളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ബെഡൊക്കെ ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് എത്തുകയാണ് കേട്ടോ. ഇങ്ങനെ വഴിയുണ്ട്, 2 സൈഡിലും ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ കോട്ടേജുകളാണ്, ഓരോ പേരൊക്കെ ഉണ്ട്. ഇതാ കാവേരി എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് വന്ന് താമസിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതല്ല പകൽ മുഴുവൻ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ട്. ഇത് നീളാന്നിട്ടിട്ടുണ്ട്. എന്താ പഴയ രീതിയിലുള്ള വീടുകളാണിതെല്ലാം അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഭയങ്കര കുളിർമയാണ് ഇവിടെ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ താഴേക്കുള്ള വ്യൂ കണ്ടോ. അതിപ്പോൾ ഇങ്ങനെ ഇതിലെ കൂടെ നടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കി. നമ്മളെ കുളത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഇതേണ്ട ഒരു പാറ കുളം പോലെയാണിത് നമ്മൾ കാണുന്നത്. ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. ആ കൊട്ടവഞ്ചിയും ബോട്ടും ഒക്കെ കിടക്കുന്നു. ഇവിടെ വെള്ളം ക്ലീൻ ചെയ്യുന്നതാണ്, പമ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ശരിക്കുമുള്ളൊരു വ്യൂ. കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ ഒരു കൂത്തമ്പലമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ പഴയകാല കലാപരിപാടികളൊക്കെ നടത്താനുള്ള സൗകര്യമൊക്കെ ഈ കൂത്തമ്പലത്തിലുണ്ട്. അതുപോലെ തന്നെ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 ആഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് ഇവരിവിടുന്ന് തിരിച്ചു പോകാറ്. ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജുകൾ. അവിടെ എല്ലാം ഇങ്ങനെ മഴ ഉണ്ടോ, ആ സെറ്റപ്പാണ്. എപ്പോഴും റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ തന്നെയാണ്. ഇത് കണ്ടോ, വെള്ളം ആ ചെടിയുടെ ഇടവഴിയെല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സൂം ചെയ്ത് കാണിക്കാം. ധാരാളം മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോക്ക്, താഴെ ഒരു നല്ലൊരു വേറൊരു കുളം പോലൊരു സംഭവം. അവിടെയൊക്കെ നല്ല തണുപ്പാണ്. മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു കുളിർമയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിരിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. മീൻ കുളം പോലെയാണ് നമുക്കിത് തോന്നുന്നത്. ഇത് കുളമായിരിക്കും അല്ലേ? മീനെ വളർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, മീനെ വളർത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇലകളൊക്കെ അവരുടെ ഭക്ഷണമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെ കോരി കളയൊന്നുമില്ല. കാരിയും വരാലും മീനുമാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. ഇത് മരത്തിനെ സംരക്ഷിക്കുക, അതായത് വൃക്ഷങ്ങളെ സംരക്ഷിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ വൃക്ഷങ്ങളുടെ ഒരു കമ്പ് പോലും മുറിക്കാതെയാണ് അവരത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതൊരു കോട്ടേജാണ് കേട്ടോ. പുരാതന കാലത്തെ വർക്കുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടാലേ അറിയാം, ഒരു പഴയ ഒരു എന്താ പറയുന്നത്, തറവാടിൻ്റെയൊക്കെ ഒരു ലുക്കാണിതിന്. ഇതുപോലുള്ള കോട്ടേജുകൾ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 2 നില ബിൽഡിംഗ് ആണ്, കണ്ടാൽ പറയലെന്നേ ഉള്ളൂ. മുകളിലാണ് ഇതിൻ്റെ ബെഡ്റൂമുകളും കാര്യങ്ങളും ഒക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് മീനച്ചിലാറാണ് കേട്ടോ. ഇവിടെ പരിപാടികളൊക്കെ നടത്താനൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ട്. ഈ മീനച്ചിലാറിലൂടെ നമുക്ക് 2 മണിക്കൂർ യാത്ര ചെയ്താൽ കുമരകം എത്താം. 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കോട്ടയത്തെത്താം. ശരിക്കും മീനച്ചിലാറിൻ്റെ തീരവും കൂടെയാണിത്. ഇവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ നന്നായി ആസ്വദിച്ച് മഴ ആസ്വദിക്കുകയാണ്. ഏത് വേനൽക്കാലത്ത് ഇവിടെ വന്നാൽ നമുക്ക് മഴ കൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ച് രസിക്കാം. ഇത് നല്ലൊരു ഓപ്പൺ സ്പേസാണ് ഇവിടെ.
ഇവിടെ ദാ നോക്കാം, നമുക്ക് ഫുഡ് കഴിക്കാനും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാനും വിദേശത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു AC ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താ പറയുക, നമ്മൾ വീടുകളിലൊക്കെ ഉള്ള AC ഒന്നും അല്ലാതെ തന്നെ ഇവിടെ അതിനേക്കാൾ നല്ല ഒരു സുഖത്തിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കൂടുതലും ഇവിടെ വരുന്നത് വിദേശ രാജ്യത്തു നിന്നൊക്കെയുള്ള ആൾക്കാരാണ്, ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലും വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു മരത്തിൻ്റെ ചില്ല പോലും അവർ ഒടിച്ചിട്ടില്ല, എല്ലാം നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഇവിടെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വന്ന് കണ്ട് ആസ്വദിക്കണം. ഒരു ഗ്രൂപ്പിന് വരുവാണെങ്കിൽ ഒരു 50 പേർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റും. ഓരോ കോട്ടേജുകളായിട്ട് അവർക്ക് കൊടുക്കും. ഇത് ഒരു നല്ലൊരു ഓപ്പൺ സ്പേസാണ്. ഇവിടെ ഇരുന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ഇവിടെ പല കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ ഒരു സ്ഥലത്തായിരിക്കും എനിക്ക് തോന്നുന്നു ചെറിയ ഫങ്ഷൻസും ഒക്കെ ഇവിടെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. കണ്ടോ, ഈ സ്പേസിലായിരിക്കും പരിപാടികളൊക്കെ നടക്കുക. അപ്പോൾ ഇത് ഓഡിയൻസിന് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണിത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയത്. പഴയ കാലത്തെ എന്താ പറയുന്നത്, നമ്മുടെ അനുസ്മരിപ്പിക്കുന്ന ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഏറ്റവും നല്ലത് പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് ഇവിടെ കൂടുതലും കാണാനുള്ളത്. അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ തീരവും കൂടെ ആകുമ്പോഴത്തേനും എന്ത് ഭംഗിയാണ്. ഭയങ്കര കുളിരാണ് ഇവിടെ. ഞങ്ങളൊരു നല്ല ചൂട് സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നല്ല തണുപ്പാണ്. ഇഷ്ടം പോലെ മരങ്ങളും മുളയും എല്ലാമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആംബി തിയേറ്ററാണ്. ഇവിടെ ധാരാളം കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിദേശ രാജ്യത്തുള്ളവരുടെയൊക്കെ 300 പേരുടെയെങ്കിലും കല്യാണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടോ എന്ത് രസമാണ്. അപ്പം ഇങ്ങനെ ആംബി തിയേറ്റർ. ഒരു 300 പേർക്ക് ഇവിടെ അതായത് ഇവിടെ സൗകര്യമുണ്ട്, ഇരിക്കാനും ഒക്കെ ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമുണ്ട്. അത്രയും പേർക്കുള്ളൊരു ആംബി തിയേറ്ററാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ നമുക്ക് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഏരിയയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ റെയിൻ ആണെങ്കിലും ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കീഴിൽ നിന്നും നമുക്ക് മഴ പെയ്യുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു എന്താ പറയുക റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. 365 ദിവസവും മഴ പെയ്യും ഇവിടെ. കണ്ടോ, ഈ ചൂട്ട് പൊള്ളുന്ന വെയിലിലാണ് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നമുക്കിവിടെ നന്നായിട്ട് കുളിക്കാനൊക്കെ പറ്റും. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഒരു സ്ഥലത്ത് വന്ന് ചെറിയ സ്നാക്സും കട്ടൻ ചായയൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്തണമെങ്കിൽ നമുക്ക് ചെറിയ പെഡൽ ബോട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ ബോട്ടും കൊട്ടവഞ്ചിയും ഒക്കെ ഉണ്ട്. അതിലൂടെ നമുക്കിതിനകത്ത് എത്തിപ്പെടാം. ഇതൊക്കെ കാണുമ്പം തന്നെ അറിയാം ഇത് 200 വർഷം പഴക്കമുള്ളതാണ് ഈ കാണുന്ന കെട്ടിടം. ഇവിടെയൊക്കെ നമുക്കിതിനകത്തുമൊക്കെ താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ റിസോർട്ടുകൾ തന്നെയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാ മരങ്ങളും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും ജാതിക്കായും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് 2 നില കോട്ടേജാണിത്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് താമസിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് താഴേക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ വേറൊരു കുളത്തിൻ്റെ സെറ്റപ്പൊക്കെയാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ്.
ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വലകളാണിത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ താമസിച്ചാൽ തന്നെ നല്ലൊരു കുളിർമയും മനസ്സിനൊക്കെ നല്ലൊരു സുഖമായിട്ട് കാമായിരിക്കും. ഇതാ നോക്കൂ, ഇതിങ്ങനെ താഴേക്കൊക്കെ ഉണ്ട് ആ കോട്ടേജുകൾ കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് നോക്കൂ, ഇതിലെയൊക്കെ വേനൽക്കാലത്ത് വന്ന് ഇവിടെ ഒന്ന് 2-3 ദിവസം താമസിക്കാൻ നമുക്ക് തോന്നും. അതുപോലത്തെ ഭംഗിയായിട്ട് ഇതാ നോക്കൂ. ഇവിടെ കാടിൻ്റെ ഒരു ആംബിയറാണ്. ശരിക്കും കാടും മലകളും ഒക്കെയാണ്, പാറക്കെട്ടുകളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനലും ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ആർട്ടിഫിഷ്യലും ഉണ്ട്. കുടുംബസമേതം വന്നിവിടെ താമസിക്കാനായിട്ട് വളരെ നല്ലൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു റെയിൻ ഫോറസ്റ്റിൽ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മായാബാല വ്ളോഗ്സ് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ ഓളെന്ന് കാണും. ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ, അപ്പോഴാണ് ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. അപ്പം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.